Hi friends, welcome back to SimpleTips Malayalam. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ക്രിസ്മസിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ചേച്ചി ഗ്ലാസ് സ്കിൻ കെയർ ചാലഞ്ചിന്റെ വീഡിയോസ് ഒക്കെ തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, നമ്മളുടെ ഗ്ലാസ് സ്കിൻ കെയർ ചാലഞ്ചിന്റെ അടുത്ത വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ രണ്ടെണ്ണമാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു ഓയിൽ ക്ലെൻസറും ഒരു നാച്ചുറൽ ക്ലെൻസറും ഒരു വീഡിയോയിലും, രണ്ടാമത്തെ വീഡിയോയിൽ ഒരു നാച്ചുറൽ സ്ക്രബുമാണ്. അപ്പോൾ മോർണിംഗ് റൊട്ടീനിൽ ഫോളോ ചെയ്യേണ്ടതാണ് ഈ ഓയിൽ ക്ലെൻസറും അതുപോലെ തന്നെ നാച്ചുറൽ ക്ലെൻസറും. അപ്പോൾ അതിനുശേഷം ഫോളോ ചെയ്യേണ്ട ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഷീറ്റ് മാസ്ക് ആക്ച്വലി ലാസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യണം. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോണർ. അപ്പോൾ രണ്ട് ടോണറാണ്, ഒന്ന് ഒരു നീം ടോണറും പിന്നെ രണ്ടാമത്തെ റോസ് വാട്ടറും. അപ്പം നീം ടോണർ ശരിക്കും മുഖക്കുറൊക്കെ ഭയങ്കരമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നീം ടോണർ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയി ഒന്ന് നോക്കിയിട്ട് നീം ടോണർ ഉണ്ടാക്കുക. ബാക്കിയുള്ളവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു സീറം, ഒരു ഫേസ് സീറം കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഫേസ് സീറവും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഇട്ടേക്കാം. സോ ക്ലെൻസ് ചെയ്യുക, ദെൻ ടോണർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ സീറം അപ്ലൈ ചെയ്യണം. അപ്പോൾ സീറം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു മോർണിംഗ് റൊട്ടീൻ അപ്പോൾ തീരും. പിന്നെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ സ്ക്രബ് ആഴ്ചയിൽ ഓരോ പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഷീറ്റ് മാസ്ക് ഡെയിലി ചെയ്യേണ്ടതാണ്, പക്ഷേ വൈകുന്നേരം. സോ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഷീറ്റ് മാസ്ക് വെച്ചിട്ടാണ്. ഈ ഷീറ്റ് മാസ്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് മുക്കാനുള്ള ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കൂലേ ആ ഷീറ്റ് മാസ്ക്, അതിനുള്ള സീറവും നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. വളരെ ഈസിയാണ്, വില കൊടുത്തൊന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒന്നും മേടിക്കണ്ട. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാനായിട്ടുള്ള സീറാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ വേണം. അത് നാരങ്ങാനീര് നമ്മൾ പിഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഹണി ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടവർക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നാരങ്ങാനീര് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തേനും കുറച്ച് ഗ്ലിസറിനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് മാസ്ക് മുക്കുന്നത്. അപ്പോൾ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് വളരെ കട്ടി കുറഞ്ഞ ഈ അകലമുള്ള ഇതുണ്ടല്ലോ മസ്ലിൻ ക്ലോത്ത്, അപ്പോൾ അതുപോലത്തുള്ള തുണിയാണ് നമുക്ക് വേണ്ടത്. അത് രണ്ടായിട്ട് മടക്കണം. പിന്നെ അതിനെ ഒന്നുകൂടെ ഒന്ന് കാൽഭാഗം ഒന്ന് മടക്കി വെക്കുക. അപ്പം ആദ്യം ഫുൾ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക. പിന്നെ അതിനെ ഒന്നുകൂടെ കാൽഭാഗം മടക്കിയിട്ട് മേളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് കണ്ണിൻ്റെ പോർഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ പോർഷൻ സ്പേസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു വി കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വി കട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ണിൻ്റെ ഭാഗം നമുക്ക് ഓപ്പൺ അപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷീറ്റ് മാസ്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണമാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഫേസ് പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആയിട്ട് വലിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നിവർത്തിയിട്ട് നമ്മൾ താഴെ മൂക്കിനുള്ള പോർഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചരിഞ്ഞ കട്ടിട്ട് കൊടുക്കണം. ഇതാ മൂക്കിൻ്റെ നമുക്ക് ശ്വാസമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് താഴെ വായയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു വി കട്ട്, ചരിഞ്ഞ ഒരു വി കട്ട് ചെയ്യുക. അത് മൗത്ത് പോർഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ നിവർത്തി കാണിച്ചു തന്നെ. ഇത് ശരിക്കും മാസ്ക് ഇത് ടൈപ്പ് ആവും കണ്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മളിനി സീറത്തിലേക്ക് ഡിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. നല്ലതുപോലെ ആ സീറം ഉണ്ടാക്കി വെച്ചതിലേക്ക് നമ്മൾ മുക്കിയിട്ട് ക്ലീൻ ചെയ്ത ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ക്വയർ ആയതുകൊണ്ട് തലയുടെ വശത്തൊക്കെ ഇങ്ങനെ പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ മടക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത ഫേസിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയാണ്. അപ്പോൾ ഞാൻ താഴേക്ക് എടുത്തിരിക്കുന്ന പോർഷൻ നെക്കിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ ഫേസ് മാസ്ക് ഫേസിലേക്ക് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പോർഷൻ താഴേക്ക് എടുത്തിട്ടുണ്ട്, അത് നെക്കിലേക്കും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു 20 to 30 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ഒരു നനഞ്ഞ പഞ്ഞി കൊണ്ട് തുടച്ച് കളഞ്ഞാൽ മതി, കഴുകിയൊന്നും കളയണ്ട. അപ്പോൾ ഷീറ്റ് മാസ്ക് ഡെയിലി അപ്ലൈ ചെയ്യണം. വൈകുന്നേരം ഷീറ്റ് മാസ്ക് ദിവസവും വെക്കുക. അതൊരു 20 to 30 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അതിനുശേഷം ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ, എങ്കിലേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ.
അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.